നമസ്കാരം. ഏറ്റവും പുതിയ ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷം ബ്രിട്ടൻ വിടുകയും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്ത വിദേശികളിൽ ഏറ്റവും വലിയ പങ്ക് ഇന്ത്യൻ പൗരന്മാർക്കാണ്. 74,000-ലധികം ഇന്ത്യക്കാർ UK-യിൽ നിന്ന് പുറത്തേക്ക് പോയെന്ന വിവരമാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഈ കണക്ക് കേവലം ഒരു കുടിയേറ്റ തോതല്ല. ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളും UK-യിലെ അനിശ്ചിതത്വങ്ങളും ഇന്ത്യയുടെ ഉയരുന്ന ആഭ്യന്തര സാധ്യതകളും ഒരുമിച്ച് കാണിക്കുന്ന ഗൗരവകരമായ സൂചനയാണ്. UK ഒരിക്കൽ സുരക്ഷിതവും സ്ഥിരവുമായ ഒരു വിദേശ ആകർഷണമായി കണ്ടിരുന്ന കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2025 ജൂൺ വരെയുള്ള കണക്ക് പ്രകാരം സ്റ്റുഡന്റ് വിസയിലുള്ള 45,000 ഇന്ത്യക്കാരും തൊഴിൽ വിസയിലുള്ള 22,000 പേരും താമസം ഉപേക്ഷിച്ച് മടങ്ങി. മറ്റു വിസകളിൽ ഉണ്ടായിരുന്ന 7,000 പേർ കൂടി ചേരുമ്പോൾ ആകെ 74,000 ഇന്ത്യക്കാരാണ് ഇതിനോടകം മടങ്ങിക്കഴിഞ്ഞത്. ചൈനയാണ് പട്ടികയിൽ രണ്ടാമത്. കുടിയേറ്റ നിരക്ക് 2023 അപേക്ഷിച്ച് 80% കുറഞ്ഞെന്നും റിപ്പോർട്ട് പറയുന്നു. 2021 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണിതെന്ന് ONS വ്യക്തമാക്കി. അതേസമയം UK-യിലുള്ള കുടിയേറ്റത്തിൽ ഇന്ത്യക്കാർക്കു തന്നെയാണ് ഒന്നാം സ്ഥാനം. 9,000 പേർ പഠനത്തിനും 46,000 പേർ തൊഴിലുമായി. ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, നൈജീരിയ എന്നീ രാജ്യക്കാരാണ് UK-യിലേക്ക് കുടിയേറുന്നവരിൽ മുൻപിൽ. ബ്രിട്ടന്റെ തൊഴിൽ വിപണി വിവർത്തനാത്മകമായ മാറ്റങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കുടിയേറ്റ നിയമങ്ങളുടെ കടുപ്പം, ഉയർന്ന ജീവിത ചെലവ്, ആരോഗ്യരംഗത്തെ പ്രതിസന്ധി, വാസസ്ഥല സംബന്ധമായ വെല്ലുവിളികൾ എന്നിവയും ഇന്ത്യക്കാരടക്കം വലിയൊരു വിഭാഗത്തെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ നിർബന്ധിതരാക്കി. കോവിഡിന് ശേഷം UK പുനർനിർമ്മാണം ചെയ്യുന്നതിനിടെ ഉണ്ടായ നികുതി വർധനയും വിലക്കയറ്റവും തൊഴിൽ സുരക്ഷിതത്വമില്ലായ്മയും 10,000-കണക്കിന് ഇന്ത്യൻ കുടുംബങ്ങളെ UK-യിലെ ഭാവി എന്ന വിശ്വാസത്തിൽ സംശയത്തിലാക്കി. അതേസമയം ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഉണ്ടായ സാമ്പത്തിക വളർച്ച, നിക്ഷേപ സൗഹൃദപരമായ നയങ്ങൾ, ആഗോള IT ഗവേഷണ മേഖലകളിലെ വളർച്ച, മെച്ചപ്പെടുത്തിയ അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങി പല ഘടകങ്ങളും വിദേശത്ത് പോയവരെ തിരികെ എത്തിക്കുന്ന ശക്തമായ പ്രേരണയായി മാറി. വിദേശത്ത് സ്ഥിരതയില്ലാത്ത സാഹചര്യങ്ങളിൽ കഴിയുന്നതിനേക്കാൾ സ്വന്തം നാട്ടിൽ ഉറച്ചതായ ഒരു ഭാവി നമുക്ക് ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം ഇന്ത്യക്കാരിൽ ഇപ്പോഴുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക സംവിധാനത്തെ ഉജ്ജീവിപ്പിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ തുടർച്ചയായ ശ്രമങ്ങളും സ്റ്റാർട്ടപ്പ് സൗഹൃദ നയങ്ങളും ആഗോളതലത്തിൽ ഇന്ത്യക്ക് ലഭിച്ചു വരുന്ന ഉയർന്ന ബഹുമതിയും ഈ ആത്മവിശ്വാസത്തെ വലിയ തോതിൽ ശക്തിപ്പെടുത്തി. UK-യിൽ നിന്നും ഇന്ത്യക്കാർ ഈ തോതിൽ മടങ്ങി വരുന്നത് ചിലർക്ക് ആശങ്കയാകാമെങ്കിലും ഇതൊരു വിപുലമായ ആഗോള മാറ്റത്തിന്റെ ഭാഗമാണ് എന്ന് കൂടി വിലയിരുത്തേണ്ടി വരും. ഒരു കാലത്ത് യൂറോപ്പ്, അമേരിക്ക എന്നിവ ഉണ്ടാക്കിയിരിക്കുന്ന അതേ ആകർഷണം ഇന്ന് ഇന്ത്യയെ പോലുള്ള ഉയരുന്ന സമ്പദ് വ്യവസ്ഥകളിലേക്ക് മാറുകയാണ്. ഇന്ന് എഞ്ചിനീയർ, ഗവേഷകൻ, ഡോക്ടർ, ബിസിനസ്സുകാരൻ എല്ലാവരും തന്നെ സ്വന്തം രാജ്യത്ത് തന്നെ തങ്ങളുടെ മേഖലകളിൽ മികച്ച സാധ്യതകളും ഗൗരവമുള്ള അംഗീകാരങ്ങളും നേടാമെന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യയുടെ ഭരണകൂടം സ്ഥിരതയുള്ള നയങ്ങൾ നടപ്പാക്കുകയും ആഗോള നിക്ഷേപകരുടെ വിശ്വാസം നേടുകയും സാങ്കേതിക പുരോഗതിയിലൂടെ സാധാരണ പൗരന്റെ ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ തിരിച്ചുവരവ് ശക്തമാകുന്നത്. രാജ്യത്തിന്റെ വളർച്ചയിൽ പങ്കാളികളാകാൻ താല്പര്യമുള്ളവർക്ക് ഇന്ത്യ ഇപ്പോൾ വലിയ പ്ലാറ്റ്ഫോമാണ്. ഒരിക്കൽ സ്വപ്നങ്ങൾ കണ്ട രാജ്യങ്ങളിൽ ഇന്നില്ലാത്ത സുരക്ഷയും ആത്മവിശ്വാസവുമാണ് ഇന്ത്യയിൽ ശക്തമായ അവസരങ്ങളെ വിളിച്ചു വരുത്തുന്നത്. ജോലി, ബിസിനസ്, ഗവേഷണം തുടങ്ങി ഏതു മേഖലയിലായാലും ഇന്ത്യ ഇപ്പോൾ അവസരങ്ങളുടെ കേന്ദ്രമാണെന്നതിൽ സംശയമില്ല. 74,000 ഇന്ത്യക്കാരുടെ മടങ്ങിവരവ് ഒരു നെഗറ്റീവ് സൂചനയല്ല, മറിച്ച് ലോകം മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ ശക്തമായ തെളിവ് കൂടിയാണ്. ഇന്നത്തെ ഇന്ത്യക്കാർക്ക് വിദേശത്തേക്കുള്ള ആശ്രയത്വം കുറയുകയാണ്. സ്വന്തം രാജ്യത്ത് തന്നെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാമെന്ന ആത്മവിശ്വാസം തലമുറകളുടെ മനസ്സിൽ വളരുന്നു. ഇന്ത്യയുടെ വളർച്ചയിൽ വിശ്വാസമുള്ളവർക്ക് ഈ തിരിച്ചുവരവ് ഒരു പുതിയ സാധ്യതകളുടെ വാതിൽ തന്നെയാണ് തുറന്നു കൊടുക്കുന്നത്. ഇന്ത്യ is becoming a place not just to return to, but to rise from.